അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ പ്രീതിമോൾ സാൽസനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ പ്രീതിമോൾ സാൽസനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസം അരോമ ടിവിയുടെ പ്രേക്ഷകരുടെ മുൻപിൽ, വിശേഷാൽ കർത്താവിൽ നിയോഗിതനായ അഭിഷക്തൻ, ഗുജറാത്തിൽ കർത്താവിന്റെ മഹത്വമേറിയ വേല ചെയ്യുന്ന അഭിഷക്തൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, അദ്ദേഹത്തിന്റെ ക്ഷണത്തിൽ ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് നൽകിയതിന് നന്ദി. എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. വളരെ സന്തോഷം നിങ്ങളോടൊപ്പം ഇന്ന് എന്നെ കർത്താവ് നടത്തിയ വിധങ്ങളെ പങ്കുവയ്ക്കുന്നതിൽ. എന്നെ മാത്രമല്ല, എന്നെ കുടുംബമായി കർത്താവ് ഇങ്ങനെ നടത്തിയ വിധങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നു, എല്ലാവർക്കും അവരവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഒരാളുടെ സാക്ഷ്യമല്ല മറ്റൊരാൾക്കുള്ളത്. വ്യത്യസ്തമായ രീതികളിൽ കൂടിയാണ് പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ദൈവ നിയോഗത്തിലേക്ക് നയിക്കുന്നത്. ആമേൻ. അപ്പോൾ അതെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങൾ. നമ്മളുടെ ഒരുപക്ഷെ വ്യക്തിപരമായി ചിന്തിച്ചാൽ അത് നമുക്ക് തീച്ചുളയുടെ അനുഭവമായിരിക്കാം, അല്ലെ? ചിലർ ചിന്തിക്കുമ്പോൾ നിസ്സാരമാകാം, ചിലർക്ക് അത് വലുതായി തോന്നാം. ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കർത്താവ് നടത്തിയ കനൽപാതകൾ അല്ലെങ്കിൽ തീച്ചുളയുടെ അനുഭവങ്ങളൊക്കെ എന്നെ ശക്തമായ ഒരു നിയോഗത്തിനകത്തേക്കും, ഒരു നല്ല പോരാളിയായി, ഒരു നല്ല പടയാളിയായി എന്നെ വാർത്തെടുക്കുവാൻ വേണ്ടി കർത്താവ് എനിക്ക് ഒരുക്കിയ നല്ല അവസരങ്ങളായിട്ടാണ് എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറയുന്നു, എന്നെ കേൾക്കുന്ന, എൻ്റെ ഈ സാക്ഷ്യം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കടന്നു വരുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ, ഈ വഴികളെല്ലാം നിങ്ങളെ ഒരു നല്ല പേഴ്സണാക്കി, നിങ്ങളെ ഒരു നല്ല വ്യക്തിയാക്കി, നിങ്ങളെ അസാധാരണമായ ആത്മനിയോഗങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നിങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ, അതാ വചനം പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന അവസരമായി കാണുക. നമുക്കറിയാം, ശക്തനായ പോരാളിയായ ദൈവത്താൽ നിയോഗിതനായ അഭിഷക്തനായ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ കഷ്ടതയിൽ ഞാൻ സന്തോഷിക്കുകയാണ്, അല്ലെ? അദ്ദേഹം എല്ലാ സമയങ്ങളിലും സന്തോഷിക്കുക തന്നെയായിരുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എൻ്റെ ഹൃദയത്തിൽ ഈ സാക്ഷ്യം പറയണമെന്ന് പ്രിയപ്പെട്ട അഭിഷക്തൻ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ആ വചനം ഞാൻ വായിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ കൊരിന്തിയ ലേഖനം, രണ്ടാമത്തെ ലേഖനം, അതിന്റെ 2-ാം അധ്യായം 14-15 വചനങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ വായിക്കുന്നു: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ആമേൻ. ദൈവത്തിന് മഹത്വം. ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. വാസ്തവത്തിൽ ഇത് എൻ്റെ അനുഭവം തന്നെയാണ്. ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായി തന്നെയാണ് എൻ്റെ സ്വർഗീയ അപ്പൻ എന്നെ നടത്തിയതെന്ന് ഇപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായി എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രീതിമോൾ സൽസൺ എന്നാണ്. അഭിഷക്തൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ സൽസൺ ലൂക്കോസ്. ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഇടുക്കിക്കാരാണ്. ഹസ്ബൻഡിന്റെ വീട് ഇടുക്കിയിൽ നെടുങ്കണ്ടത്ത്, എൻ്റെ വീട് ഇടുക്കിയിൽ കട്ടപ്പനയ്ക്ക് അടുത്ത് കാഞ്ചിയാർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞങ്ങൾക്ക് നല്ല 2 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് നൽകി. 2 പെൺകുട്ടികൾ. മൂത്തയാള് 7th സ്റ്റാൻഡേർഡിലേക്ക് പാസ്സായിട്ടുണ്ട്. രണ്ടാമത്തെ ആള് 3rd സ്റ്റാൻഡേർഡിലേക്ക് പാസ്സായിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ഫാമിലി. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ വഴയില എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഈ മാസം 26-ാം തീയതി ആകുമ്പോൾ 2 വർഷം തികയുന്നു. ഇത് യാദൃശ്ചിക സംഭവിച്ചതാണെന്ന് മാനുഷികമായി നമ്മൾ വിലയിരുത്തുമെങ്കിലും എൻ്റെ ജീവിത അനുഭവത്തിൽ എന്നെ ഇപ്പോൾ കർത്താവ് നടത്തുന്ന ആ ഒരു വഴികൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഈ ഒരു പട്ടണത്തിലേക്ക്,
അല്ലെങ്കിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് വന്നതാണ്. ഹല്ലേലൂയ. എന്നെ കർത്താവ് കൊണ്ടുവന്നതാ. ആമേൻ. കൃപയാൽ എന്നെ കൊണ്ടുവന്നത്. എനിക്ക് ഒരിക്കലും ഇതിനുള്ള യോഗ്യതയോ കഴിവോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോ ഒന്നും ഉള്ള ആളല്ല ഞാൻ. ആമേൻ. എന്നെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നതാ ദൈവത്തിന്റെ എന്തോ വലിയ പദ്ധതികൾ നിറവേറ്റാൻ വേണ്ടി. ഞാൻ അതിന്റെ മുൻപാകെ, എന്റെ ദൈവത്തിന് മുൻപാകെ എന്നെ സമർപ്പിക്കുകയാണ്. ആമേൻ. സ്തോത്രം. എന്റെ ബാല്യ കാലഘട്ടം എന്ന് പറയുന്നത്, എന്റെ ചെറുപ്പ കാലഘട്ടമൊക്കെ ഞാൻ പറഞ്ഞു ഇടുക്കി ജില്ലയിലാണ് എന്റെ സ്വദേശം. എന്റെ മാതാപിതാക്കള് ശുശ്രൂഷയിൽ ഇരുന്ന ഒരു ഫാമിലിയാണ് എന്റെ മാതാപിതാക്കള്. എന്റെ പപ്പ ഏതാണ്ട് 30 വർഷത്തോളം ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിലെ ഒരു സഭാ ശുശ്രൂഷകനായി ഇടുക്കി ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ദൈവവേല ചെയ്ത ഒരു വ്യക്തിയാണ്. ആമേൻ. അതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. എന്റെ മാതാവും പിതാവും ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ജീവിതവും സമർപ്പണവും പ്രാർത്ഥനകളും ഒക്കെയാണ് ഇന്ന് എന്നെ, എന്റെ കുടുംബത്തെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പ കാലഘട്ടങ്ങൾ ഓർക്കുമ്പോൾ മാതാപിതാക്കൾ സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവര് ഇങ്ങനെ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങള് 4 മക്കളാണ്. എനിക്ക് 3 സഹോദരന്മാരാണുള്ളത്. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സഹോദരന്മാരൊക്കെ നല്ല മുതിർന്ന ആളുകളായിരുന്നു. അവർക്ക് ഈ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ആ ഒരു പ്രായത്തിലായിരുന്നു അവര്. പക്ഷെ എന്റെ ചെറിയ പ്രായമായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് മാതാപിതാക്കളുടെ കൂടെ സഞ്ചരിക്കാനും അവരുടെ കൂടെ ചർച്ചുകളിൽ പോകുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, വിവിധ ചർച്ചകളിലൊക്കെ അവർ മാറി മാറി ഇരിക്കുമ്പോൾ അവരുടെ കൂടെ ആ ഒരു ആരാധന, പ്രാർത്ഥന, ആ ഒരു ലൈഫ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ എനിക്ക് എപ്പോഴും ഒരു ആത്മീയമായ ഒരു ചിന്ത, കാഴ്ചപ്പാടുകള്, പ്രാർത്ഥനകള് ഒക്കെ ആയിരുന്നു. എന്റെ കുഞ്ഞു മനസ്സ് മുതലേ അങ്ങനെ തന്നെയായിരുന്നു. ഒരു തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ പോലും എന്റെ മനസ്സിൽ എനിക്ക് മിനിസ്ട്രി, അതായിരുന്നു എന്റെ ഹൃദയത്തിനകത്ത് മുഴുവനും. അതെങ്ങനെയാണ് തുടങ്ങുന്നതെന്നോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, അതായിരുന്നു എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷെ എന്റെ സഹോദരന്മാരാരും ആ ഒരു നാളുകളിലൊന്നും ഇങ്ങനെ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ മാതാപിതാക്കളുടെ നിരന്തരമായ പ്രാർത്ഥനകൾ, അവര് വചനം ഷെയർ ചെയ്തതും അവരുടെ സമർപ്പണവും ഒക്കെ ദൈവം എന്റെ സഹോദരങ്ങളെയും ഈ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ചു, കർത്താവിന് വേണ്ടി ചേർത്ത് പിടിച്ചു. അവരാരും ഇപ്പോൾ മിനിസ്ട്രിയിലില്ല, പക്ഷെ എല്ലാവരും ക്രിസ്തുവിൽ നിലനിൽക്കുന്നു എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. അങ്ങനെയാണ് എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരങ്ങളും ആയിട്ടുള്ള എന്റെ കുടുംബ പശ്ചാത്തലം. മാതാപിതാക്കൾ അവരുടെ ആ ഒരു, നിങ്ങൾക്കറിയാം, ഹൈ റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു മലയോര ഗ്രാമത്തിലെ സുവിശേഷ വേലയും ഒക്കെ വലിയ ദുർഘടം നിറഞ്ഞതാണ്. വഴി അന്ന് ഒരു 30 വർഷം മുൻപ്, അല്ലെങ്കിൽ ഒരു 10 വർഷം 15 വർഷം മുൻപ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വഴികളില്ല, കരണ്ടില്ല, വാഹനങ്ങളില്ല, അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടങ്ങളിൽ നിരന്തരമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ആ ഒരു സമയത്തും ദീർഘദൂരം 40-45 കിലോമീറ്ററോളം നടന്നാണ് എന്റെ മാതാപിതാക്കൾ ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഒത്തിരി കുടുംബങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുവാനും അനേകരെ ക്രിസ്തുവിൽ നേടിയെടുക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ദൈവം അവർക്ക് കൊടുത്തു. അപ്പം അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് എന്റെ ലൈഫിൽ. ഇപ്പോൾ ഞാനത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒരു സന്തോഷകരമായ അനുഭവത്തിൽ കൂടി കടന്നുപോയി. ഞാൻ എന്റെ വിദ്യാഭ്യാസം കട്ടപ്പനയിൽ തന്നെയാണ് വിദ്യാഭ്യാസം ചെയ്തത്. 10ാം ക്ലാസ്സിന് ശേഷം +2 പഠിച്ചു. പിന്നീട് നഴ്സിംഗ് പഠനം, അങ്ങനെ ജോലി. 1 വർഷം ഞാൻ ജോലി ചെയ്തു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ എന്റെ മനസ്സിൽ ദൈവവചനം പഠിക്കണം എന്നുള്ള ഒരു ചിന്ത. അന്നൊക്കെ ബൈബിൾ കോളേജിൽ പോകുക എന്ന് പറയുന്ന എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അല്ലെ, എല്ലാവർക്കും. അപ്പോൾ എനിക്കും അതിന്റെ അകത്ത് ഇങ്ങനെ ബൈബിൾ കോളേജിൽ പോകണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ കോട്ടയത്ത് അപ്പോസ്തോലിക് ചർച്ച് ഓഫ് പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ ദൈവവചനം 2 വർഷം പഠിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അതിനുശേഷം കോയമ്പത്തൂർ സൗത്ത് ഇന്ത്യ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ 2 വർഷം ദൈവവചനം പഠിക്കാൻ എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ ദൈവവചനവുമായി ബന്ധപ്പെട്ട് ദൈവത്തെ കൂടുതൽ അറിയുവാൻ കർത്താവ് എനിക്ക് നല്ലൊരു അവസരം നൽകി. ആമേൻ, ആമേൻ, സ്തോത്രം. അതെല്ലാം എന്റെ ജീവിതത്തിൽ വലിയ വലിയ നന്മകളും അനുഗ്രഹങ്ങളുമായൊക്കെ ഇപ്പോൾ മാറുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ
പഠനശേഷം വന്നു ചർച്ചുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞു, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ സഭാ ശുശ്രൂഷകനായിരുന്നു എൻ്റെ പപ്പ. ഞങ്ങള് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ മുതൽ ആ ചർച്ചുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കട്ടപ്പന വലിയകണ്ഠം ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ സഭാ അംഗമായിരുന്നു ഞാന്. ആ സമയത്ത് 2010, 2011 കാലഘട്ടങ്ങളിൽ, 2012 ആ ഒരു ടൈമിലൊക്കെ ഞാൻ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ ലേഡീസ് സെക്ഷനിൽ അവിടെ കട്ടപ്പന സെന്ററിന്റെ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ ഒരു ചുമതല സർവശക്തനായ ദൈവം എനിക്ക് നൽകി. ആ സമയത്ത് ചർച്ചുമായി ബന്ധപ്പെട്ടും ഒത്തിരി സഹോദരിമാരുടെ ഇടയിൽ ക്രിസ്തുവിനെ ഉയർത്തുവാനും അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനും അവരെ വചനങ്ങൾ ഷെയർ ചെയ്ത് അവരുടെ ജീവിതത്തിലൊക്കെ ദൈവിക സമാധാനങ്ങൾ പകർന്നു കൊടുക്കുവാനൊക്കെയുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ആ സമയങ്ങളിൽ എന്താ പറയുന്നത്, ശുശ്രൂഷപരമായിട്ടുള്ള യാത്രകൾ അന്നേ കർത്താവ് എനിക്ക് കൃപയാൽ നൽകി. ഒത്തിരി സഭകൾ സന്ദർശിക്കുവാനും പല സ്ഥലങ്ങളിലൊക്കെ പോകുവാനും ഒത്തിരി ബന്ധങ്ങൾ, കണക്ഷനുകൾ, അങ്ങനെ എൻ്റെ മിനിസ്ട്രിയെ മുൻപോട്ട് ചലിപ്പിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി തന്നു. അപ്പൊ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആത്മീകമായി ഞാൻ ഒത്തിരി വളരുവാൻ ആഗ്രഹിച്ച ആ ഒരു ടൈം ആയിരുന്നത് കൊണ്ട് കൂടുതൽ സമ്മർദ്ദങ്ങൾ, നമുക്കറിയാം ആ ഒരു പ്രായം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒത്തിരി പിശാച് നമ്മളെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു ടീനേജ്, കൗമാരം ഒക്കെയുള്ള പ്രായങ്ങൾ നമ്മളെ കൂടുതൽ പിശാച് ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമയങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അന്തരീക്ഷങ്ങൾക്കകത്തുനിന്ന് ദൈവം എന്നെ സുരക്ഷിതമായി പരിപാലിച്ചു. എത്രയോ അത്ഭുതകരമായി ദൈവം എന്നെ നടത്തി എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. എൻ്റെ ആ ഒരു ജീവിത കാലഘട്ടത്തിൽ എൻ്റെ സെയിം പ്രായത്തിലുള്ള ഒത്തിരി സഹോദരങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു ആത്മീക നിലവാരം പുലർത്തുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു എന്നുള്ളതാണ്. ഞാനെന്ന് ഈ ഒരു സാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ആ സമയങ്ങളിലൊക്കെ നമുക്കറിയാം ഉപവാസ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ സഹോദരിമാരുടെ മീറ്റിങ്ങുകളിലൊക്കെ കൂടുതലും പ്രായമുള്ള അമ്മച്ചിമാരൊക്കെയാണ് പങ്കെടുക്കാറ്. അവരുടെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളായിട്ട്. പക്ഷെ ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ദൈവം എന്നെ ആ വഴികളിൽ കൂടി എല്ലാം കൊണ്ട്, അപ്പൊ അതിന്റെ ഒരു അങ്ങനെ ഒരു വ്യത്യസ്തത പുലർത്തിയിരുന്നതിന്റെ പേരിൽ തന്നെ ഞാൻ ഒത്തിരി കളിയാക്കലുകൾ, അല്ലെ, വലിയ പ്രാർത്ഥനക്കാരി, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് വലിയ ജാട, അങ്ങനെ ഒത്തിരി നേരിട്ടും അല്ലാതെയും ഒക്കെ പറഞ്ഞും, അങ്ങനെ എൻ്റെ ആ ഒരു പ്രായത്തിൽ എനിക്കതൊക്കെ വലിയ വേദനയും വിഷമവും ഒക്കെ ആയിരുന്നു. പക്ഷേ കർത്താവ് അതിനെല്ലാം അതിജീവിച്ച് എന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. എനിക്ക് കൂടുതൽ പറയാനുള്ളത്, ദൈവം എന്നെ ഇങ്ങനെ ഒരു മിനിസ്ട്രി ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്നെ കൊണ്ടുവന്ന വഴികളെ കുറിച്ചാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് കൂടുതലായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര ശോധന. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയായി നിങ്ങളുടെ മുൻപിൽ ഇരിക്കില്ല. ഞാൻ കഴിഞ്ഞ ഒരു വർഷം 2024 ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ഒരു ടൈമുണ്ട്. മിനിസ്ട്രിയിലേക്ക് സമർപ്പണത്തോടെ വന്നതിന് ശേഷം നേരിട്ട പ്രതിസന്ധികളാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കൊണ്ടുവന്ന ആ വഴികൾ, ആ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് ദൈവം നിങ്ങളെ കുറിച്ച് ഒരുക്കുന്ന പദ്ധതികളിലേക്കുള്ള യാത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അങ്ങനെ എൻ്റെ പഠനം കഴിഞ്ഞു. ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ബൈബിൾ കോളേജ് പഠനത്തിലേക്ക് പോയി. അതിനുശേഷം വന്നു ചർച്ചിലുള്ള മിനിസ്ട്രികള്, യാത്രകൾ, അങ്ങനെയൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ 2012 ഫെബ്രുവരി മാസം 13 എൻ്റെ വിവാഹം നടക്കുന്നത്. 2012 ഫെബ്രുവരി മാസം 13 വിവാഹം നടക്കുന്ന ആ സമയത്ത് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന അദ്ദേഹം പാസ്റ്റർ സൽസൺ ലൂക്കോസ്. അദ്ദേഹം ഇടുക്കിക്കാരൻ തന്നെയാണ്. ഒരു അഭിഷക്ത കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇടുക്കി ജില്ലയിൽ തന്നെ ശക്തമായ ദൈവത്തിന്റെ വേലയിൽ ഇന്നും അധ്വാനിക്കുന്ന പാസ്റ്റർ VM ലൂക്കോസ് എന്ന് പറയുന്ന ഒരു അഭിഷക്തന്റെ രണ്ടാമത്തെ മകനാണ് എൻ്റെ ഹസ്ബൻഡ്. അവര് 3 ആൺമക്കളാണ്. എല്ലാവരും, പപ്പയും ചേട്ടനും അനിയനും എല്ലാവരും ഇപ്പോൾ മിനിസ്ട്രിയിൽ തന്നെയാണ്. കൃപയാൽ കർത്താവ് അവര് വഴി നടത്തുന്നു. WME എന്ന പ്രസ്ഥാനത്തിന്റെ ശക്തനായ ഒരു പാസ്റ്ററായിട്ട്, ഒരു ശുശ്രൂഷകനായിട്ട് നീണ്ട 40 വർഷത്തോളം ശുശ്രൂഷയിലായിരുന്ന ഒരു അഭിഷക്തനാണ് എൻ്റെ ഫാദർ ഇൻ ലോ. അദ്ദേഹം ഇന്ന് ശരീരത്തിൽ ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നും അനേക ഇടങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ഒന്നും എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ല വിശ്വാസി ആയിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന. ഒരു അഭിഷക്തന്റെ മകനായിട്ടാണ് ജനിച്ചതെങ്കിലും
അദ്ദേഹം ഒരു നല്ല വിശ്വാസിയായിരുന്നില്ല. എന്നാൽ മാതാപിതാക്കൾ മറ്റ് 2 സഹോദരങ്ങളും നല്ല ആത്മീകത്തിൽ നല്ല സമ്പന്നരായ വ്യക്തികളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു 8ാം ക്ലാസ് പ്രായം മുതൽ വീടിന് വെളിയിൽ കൂടി നടന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ സ്കൂള്, കൂട്ടുകാര്, അങ്ങനെയൊക്കെ +2 +1 അങ്ങനെയൊക്കെയുള്ള ഓരോ പഠന കാലഘട്ടങ്ങളിലും കൂട്ടുകെട്ടിൽ കൂടി മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ ദൈവ വഴി വിട്ട് സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത കാലഘട്ടത്തിൽ വലിയ എന്താ പറയുന്നത്, മാതാപിതാക്കളെ അപമാനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ സഞ്ചരിച്ച ഒരു മകനാണ് ഇദ്ദേഹം. പക്ഷെ ഒരിക്കൽ അദ്ദേഹത്തെ ദൈവം പിടിച്ചു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടി ആയിരുന്നു. SFIയുടെ ഇടുക്കി ജില്ലയുടെ നേതൃത്വ നിരയിലൊക്കെ നിന്ന് ഇരുന്ന ഒരാളാണ്. അങ്ങനെ രാഷ്ട്രീയവും ഇങ്ങനെ ഒത്തിരി മേഖലകളിൽ കൂടി സഞ്ചരിച്ചു. ദൈവം ഒരിക്കൽ അദ്ദേഹത്തെ പിടിച്ചു. അങ്ങനെ അദ്ദേഹം ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ടു. അപ്പൊ ഞങ്ങളുടെ ഈ കല്യാണ സമയത്തൊക്കെ മാനസാന്തരപ്പെട്ടു എങ്കിൽ പോലും ദൈവവുമായി അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്, ആഴമായ ഒരു ബന്ധമില്ലാത്തയാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ലാത്ത ആളായിരുന്നു എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരാളെ ആയിരുന്നില്ലല്ലോ ആഗ്രഹിച്ചത്. ഞാൻ എൻ്റെ ജീവിതം മുഴുവനും മിനിസ്ട്രിക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. എൻ്റെ മാതാപിതാക്കൾ ചെയ്തതും അവർ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച ആളാണ്. എൻ്റെ ലൈഫ് മുഴുവനും അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച ആള്. പക്ഷെ എനിക്ക് കിട്ടിയ ആള് നേരെ വ്യത്യസ്തനായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു, കരഞ്ഞു. ഏതായാലും ദൈവത്തിന്റെ കൃപ എന്നല്ലാതെ എനിക്കൊന്നും പറയാനായിട്ടില്ല. 2012 ഡിസംബറിൽ തന്നെ ഞങ്ങളുടെ മൂത്ത മോളുടെ ജനനം. ആ സമയം ഞാൻ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന സമയം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം ഞാൻ ഹോസ്പിറ്റലിലെ വീട് ഇങ്ങനെ ഒരു 4 മാസം, ആദ്യത്തെ 4 മാസങ്ങൾ എനിക്ക് ശാരീരികമായി ഒത്തിരി വയ്യാഴികൾ, വിഷമതകളൊക്കെ ആയിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഇദ്ദേഹത്തിന് കൂടുതൽ ഒരു മാനസാന്തരം ഉണ്ടാവുന്നത്. അങ്ങനെ ദൈവവുമായി കൂടുതൽ അടുത്തു. ആ സമയത്ത് ആ ഒരു വിവാഹ ടൈമിൽ ഇദ്ദേഹം മീഡിയ വൺ എന്ന ചാനലിൽ, മീഡിയ വൺ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു, മീഡിയ വൺ എന്ന ചാനലിന്റെ റിപ്പോർട്ടർ ആയിരുന്നു. പത്തനംതിട്ട ജില്ലയുടെ ബ്യൂറോ ചീഫ് ആയിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ വിവാഹം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം, ഞങ്ങള് ഈ കുഞ്ഞ് ആയി, അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ജോലിയിൽ പത്തനംതിട്ടയിലേക്ക് വന്നു. അവിടെ ജോലിയിലായിരിക്കുന്ന സമയത്ത് ദൈവം ഞങ്ങളോട് സംസാരിച്ചു. പൂർണ്ണമായി ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടൗണിൽ വെച്ച്, പത്തനംതിട്ട ടൗണിൽ ഒരു വീടിലെ ചാനലുകാർ തന്നെ നമ്മൾക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നമ്മൾ അവിടെ വളരെ സെറ്റപ്പായി ജീവിക്കുന്ന ഒരു ടൈമിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ദൈവ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടണമെന്ന്. അന്നൊന്നും നമുക്കതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ജോലി നല്ല സെറ്റപ്പിൽ ജീവിക്കുന്നു, വീട്ടുകാരെ ഇതെല്ലാം ആ ജോലി റിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതെല്ലാം നമുക്ക് വലിയ വേദനയായി മാറി. പക്ഷെ നിരന്തരമായ ദൈവാലോചനകൾ, പേഴ്സണലിയും അല്ലാതെയൊക്കെ ദൈവം സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ ആ പത്തനംതിട്ട ജില്ലയിൽ വെച്ച് ജോലിയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 2013 ജൂൺ മാസം 1-ാം തീയതി ജോലി റിസൈൻ ചെയ്തിട്ട് പൂർണ്ണ സമയം ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അന്നൊന്നും അത്രയൊരു ആത്മീയമായ കാഴ്ചപ്പാടൊന്നും അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ജോലി റിസൈൻ ചെയ്ത സമയത്ത് പത്തനംതിട്ട ടൗൺ AG ചർച്ചിൽ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ഇദ്ദേഹം അവിടുത്തെ ശുശ്രൂഷകനോട് കൂടെ നിൽക്കാൻ തുടങ്ങി. അപ്പൊ ആ ശുശ്രൂഷകന്റെ കീഴിൽ 1 വർഷം കർത്താവ് ഞങ്ങളെ നിർത്തി. അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ച് ഒരു മിനിസ്ട്രിയുടെ വിവിധ തലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. അറിയാം, ഒത്തിരി സമ്മർദ്ദ കാലഘട്ടങ്ങളിൽ കൂടിയാണ് ഒരു വലിയ ജോലി, 30,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി വിട്ടിട്ട് ശൂന്യതയിലേക്ക് ഇറങ്ങിയതിന്റെ ഒരുപാട് വേദനകൾ അനുഭവിച്ച നാളുകളായിരുന്നു അത്. അതിനുശേഷം ഇങ്ങോട്ട് കർത്താവ് നടത്തിയ വഴികളെ കുറിച്ചാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ജോലി റിസൈൻ ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും, ദൈവവും ഞങ്ങളുടെ പാസ്റ്ററും ആന്റിയും അല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ ഇത് എങ്ങനെ അവതരിപ്പിക്കും എന്നതിനെ കുറിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വീട്ടിൽ അറിഞ്ഞപ്പോൾ ഇതൊരു വലിയ ഭൂകമ്പം തന്നെയായി. വീട്ടിൽ നിന്ന് മാത്രമല്ല, ഞങ്ങളെ അറിയാവുന്ന എല്ലാ ആളുകളും പറഞ്ഞു, മണ്ടത്തരമാണ് കാണിച്ചത് എന്ന് പറഞ്ഞു. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്രയും നല്ലൊരു ജോലി എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് നന്നായി
എന്താ അറിവുള്ള ഒരാളാണ് പഠന കാര്യങ്ങളിൽ. ഇപ്പോൾ അദ്ദേഹം PhD ഒക്കെ എടുത്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു നല്ല വിഷനിലേക്ക് ദൈവം കൊണ്ടുവന്നപ്പോൾ മറ്റുള്ളവരുടെ ആ സംഭാഷണത്തെ ഒക്കെ അദ്ദേഹം ഭയങ്കര വീര്യത്തോടെ നേരിടുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ആ ഒരൊറ്റ വർഷത്തിനകം അദ്ദേഹത്തെ നല്ലൊരു പവർഫുൾ പേഴ്സൺ ആക്കി ദൈവം മാറ്റി. ക്രിസ്തുവിന് വേണ്ടി എന്ത് സഹിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാക്കി അദ്ദേഹത്തെ രൂപാന്തരപ്പെടും. അദ്ദേഹത്തോട് ചില സമയങ്ങളിലൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു ചെറിയ കാലഘട്ടം മുതൽ തന്നെ ഈ മാതാപിതാക്കൾ ഇട്ടുകൊടുത്ത വചനത്തിന്റെയും അവരുടെ സാക്ഷ്യങ്ങളുടെയും അവരുടെ ലൈഫിന്റെയും ഒക്കെയുള്ള ആ വിത്തുകൾ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം. അത് ഈ ഒരു സമയത്താണ് മുളച്ചു വന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ജോലി ഇതെല്ലാം വിട്ട് ഞങ്ങൾ ഇങ്ങനെ മിനിസ്ട്രിയിൽ ഇറങ്ങി പത്തനംതിട്ടയിൽ. അപ്പൊ ഞങ്ങൾ ചാനലുകാരാണ്, ഞാൻ വീട് വാടകയ്ക്ക് എടുത്ത് തന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആ വീടൊക്കെ വിടേണ്ടി വന്നു. ഒത്തിരി സമ്മർദ്ദം. പിന്നെ ഒരു റൂമിനകത്ത് ഞങ്ങൾ ഒതുക്കപ്പെട്ട കുറച്ച് നാളുകൾ. അവിടുത്തെ ചർച്ചിൽ വരുന്ന ഒരു ആന്റിയുടെ വീട്ടില് ഞങ്ങളൊരു 6 മാസം താമസിച്ചു. അപ്പൊ ആ സമയത്ത് നമുക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. കുഞ്ഞിന്റെ കാര്യങ്ങൾ എല്ലാത്തിനും ഭയങ്കര സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. എൻ്റെ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞാൽ നമ്മളെ വഴക്ക് പറയത്തേ ഉള്ളൂ, അല്ലെ? നമ്മളെ കൂടുതൽ അവര് വിഷമിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ പത്തനംതിട്ടയിലേക്ക് വരുന്ന കാര്യം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഞങ്ങൾ ഒരു റൂമിനകത്ത്, ഒരു വീടിന്റെ ഒരു ചെറിയ ഒരു പോർഷനകത്ത് താമസിക്കുക. ആ സമയത്ത് ഒത്തിരി നല്ലൊരു ഭക്ഷണം കഴിക്കാനായിട്ട്, നല്ല വസ്ത്രങ്ങളില്ലാതെ ഒക്കെ ഒത്തിരി ദുരിതങ്ങളായിട്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു കണക്ഷനിൽ മാത്രം നിന്നു. അത്ഭുതകരമായി കർത്താവ് ഞങ്ങളെ ഓരോ ദിവസങ്ങളിലും വഴി നടത്തി. അത് ഞങ്ങളുടെ ഒരു വലിയ ട്രെയിനിങ് പീരീഡ് തന്നെയായിരുന്നു. ട്രെയിനിങ് പീരീഡ്. പിന്നെ അങ്ങോട്ട് ഒരു 21 ദിവസം ഉപവാസത്തിൽ തന്നെ ഞങ്ങൾ ആ റൂമിനകത്തിരുന്നു. ആ ഉപവാസത്തിന് ശേഷം ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കർത്താവ് വരുത്തി. പിന്നീട് അങ്ങോട്ട് സുവിശേഷവുമായിട്ടുള്ള യാത്രകളിലേക്ക് ഞങ്ങളെ കർത്താവ് വഴി നടത്തി. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തന്നെ സുവിശേഷവുമായി യാത്ര ചെയ്യാൻ ദൈവം അവസരങ്ങൾ നൽകി. അങ്ങനെ യാത്ര ചെയ്തു. പിന്നെ അതിനുശേഷം ഈ അദ്ദേഹത്തിന് ഈ 2024 ഒരു ബൈബിൾ കോളേജ് പഠനത്തിന് 2023 ഒരു പഠനം, ബൈബിൾ കോളേജിൽ ഒരു പഠന കാര്യത്തിന് വേണ്ടി പോകുവാനായിട്ട് ഒരു അവസരം ദൈവം ഒരുക്കി. അത് മലേഷ്യയിലായിരുന്നു. അതെന്റെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ കഠിനമായി ചില ശോധനകളിൽ കൂടി കൊണ്ടുപോയതാണ്. മലേഷ്യയിൽ ഒരു ആക്ട്സ് എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജില് 6 മാസത്തെ ഒരു കോഴ്സിന് വേണ്ടി, ഒരു ഇന്റർനാഷണൽ ബൈബിൾ കോളേജാണ്, അഭിഷക്തനൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ 6 മാസത്തെ കോഴ്സിന് വേണ്ടി പോകുവാൻ ഒരു അവസരം നൽകി കർത്താവ്. കേരളത്തിൽ നിന്ന് 2 പേരാണ് അതിൽ സെലക്ട് ആയത്. അതിലൊന്ന് എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പൊ അവര് തന്നെ വിസ, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള അവസരം ദൈവം നമുക്ക് നൽകി. നമ്മുടെ കയ്യിൽ ഒരു, സത്യം പറഞ്ഞ അന്നേരം പാസ്പോർട്ട് പോലും ഇല്ല. പക്ഷെ കൃപയാൽ അതെല്ലാം കർത്താവ് അതിനെ കൊണ്ടുള്ള ആളുകളെ എല്ലാം ക്രമീകരിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കൊടുത്തു. അവിടെ ചെന്ന് 2 മാസം തികയുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു ശാരീരിക അസ്വസ്ഥതകൾ വന്നു. ഞങ്ങൾ ആ സമയത്ത് ഈ ട്രിവാൻഡ്രത്തേക്ക് വന്നതേ ഉള്ളൂ. ശാരീരിക അസ്വസ്ഥതകൾ വന്ന് ഞാൻ പെട്ടെന്ന് ഡെങ്കിപ്പനി കൂടി ഒരു മരണത്തിന്റെ വക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഞാന് ആ സമയത്ത് എൻ്റെ സുബോധം എല്ലാം പോയി. കുഞ്ഞുങ്ങളുമായി ഞാൻ വേറൊരു ആന്റിയുടെ വീട്ടിലാണ് താമസം. അപ്പം ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. ശരിക്കും വേറെ ഒരു എന്താ പറയുന്ന ഒരു മെന്റൽ ഡിപ്രഷൻ വന്ന ഒരു മാനസിക രോഗിയെ പോലെ ഞാനായി. അപ്പോൾ എൻ്റെ സഹോദരൻ ഇവിടെ അടുത്ത് താമസമുണ്ട്. എൻ്റെ സഹോദരൻ ഹോസ്പിറ്റലിൽ അവരെല്ലാവരും കൂടി ആക്കി ഞാൻ അങ്ങനെ ഒരു മാനസിക രോഗിയെ പോലെ കുറച്ച് ദിവസങ്ങൾ, 1 മാസത്തോളം ഭയങ്കര സമ്മർദ്ദ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ വീട്ടുകാരും മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം കൂടി നിർബന്ധിച്ച് അദ്ദേഹത്തെ തിരിച്ച് ഇങ്ങോട്ട് വരുത്തി. ആ കോഴ്സ് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ഒരു ഭയങ്കര എന്താ പറയുന്ന വേദനാകരമായ അനുഭവങ്ങൾ കൂടി. എന്നെ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്ത് നടന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി, പെട്ടെന്ന് മാനസിക രോഗിയായി പോയി. എനിക്ക് പിന്നീട് മിനിസ്ട്രിയിലേക്കോ ഇതിലേക്കൊന്നും മടങ്ങി വരാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. കുഞ്ഞുങ്ങളെ പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ വന്ന് ഞങ്ങൾ 1 മാസം
എൻ്റെ സഹോദരന്റെ വീട്ടിൽ പാർക്കുമ്പോൾ ദൈവം ആ ദിവസങ്ങളിൽ എന്താ പറയാ, ഞങ്ങളുടെ ലൈഫില് ഒരിക്കലും മുൻപോട്ട് ചലിക്കാൻ മേലാത്ത ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മൾ മിനിസ്ട്രിക്ക് വേണ്ടി എല്ലാ ജോലിയെല്ലാം വിട്ടിറങ്ങിയിട്ട് വീണ്ടും അവരെയൊക്കെ ആശ്രയിക്കേണ്ടി വന്ന ഒരു പ്രതിസന്ധി. അപ്പൊ അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പം അവര് നമ്മളെ വീണ്ടും കുറ്റപ്പെടുത്തുന്നു, എല്ലാവരും നമ്മളെ അവോയ്ഡ് ചെയ്തു, നമ്മളെ എന്താ പറയുന്നത്, നമ്മൾ ശരിയായ ഒരു വഴിയിൽ കൂടി അല്ലെന്ന് ഒത്തിരി ഒത്തിരി നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നു, നമ്മളെ ഒത്തിരി ഡൗൺ ആക്കി. പക്ഷേ ദൈവം ആ സമയത്ത് എന്നോട് സംസാരിച്ച ഒരു കാര്യം, ഒരു ദിവസം ഞാനിങ്ങനെ അദ്ദേഹം തിരിച്ചു മടങ്ങി വന്നപ്പോൾ എൻ്റെ സഹോദരന്റെ കൂടെ കൂലിപ്പണിക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരിങ്ങനെ പോയി കഴിയും, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും, ഞാനിങ്ങനെ സഹോദരന്റെ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഒത്തിരി കണ്ണുനീരോടെ കരഞ്ഞ് ഞാൻ, കർത്താവേ, എനിക്ക് ഈ ലൈഫിന് വേണ്ട, ഞാൻ മരിക്കാൻ തീരുമാനിച്ചു, ഇനി ഒരിക്കലും അടുത്ത ഒരു സ്റ്റെപ്പ്, എൻ്റെ മെമ്മറി എല്ലാം പോയി, എനിക്കൊന്നും ഓർമ്മയില്ല, വചനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രാർത്ഥിക്കണമെന്നൊന്നും ഒരു ചിന്തയില്ല. ഞങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് അകൽച്ച പോലെ ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി. ഞാൻ മരണത്തെ അതിയായി ആഗ്രഹിച്ചു. ഞാനൊരു രാത്രിയിൽ ഇങ്ങനെ മരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ സഹോദരന്റെ വീട്ടിൽ ഞാനിങ്ങനെ ആ മരണത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആകുമ്പോൾ എങ്ങനെയോ എൻ്റെ ഹസ്ബൻഡ് ഞെട്ടി എഴുന്നേറ്റു. പെട്ടെന്ന് വരുമ്പോൾ ഞാനിങ്ങനെ അത് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമോ, പെട്ടെന്ന് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മോനെ, നമ്മളെ കൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. യോസെഫിനെ കർത്താവ് കൊണ്ടുപോയ ഓരോ സാഹചര്യങ്ങളും അദ്ദേഹത്തെ ദൈവ നിയോഗത്തിലേക്ക് നയിക്കുന്നതായിരുന്നു. നമ്മളെ ഇപ്പോൾ ദൈവം കൊണ്ടുപോകുന്ന ഈ വഴികൾക്കൊക്കെ ദൈവത്തിന് വലിയ പദ്ധതികളാണുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നിരാശ വേണ്ട, ടെൻഷൻ വേണ്ട. ദൈവം അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആ സർവശക്തനായ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. നമ്മുടെ ഒരു മുടിനാര് ഒഴിഞ്ഞാൽ അതും ദൈവം അറിയുന്നുണ്ടെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് നീ ധൈര്യപ്പെട്, ഒരു മാസത്തിനകം ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും എന്ന് കർത്താവ്. ഇങ്ങനെ അദ്ദേഹം എന്നെ ഒരുപാട് വചനങ്ങളൊക്കെ പറഞ്ഞ് ശക്തിപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇതുപോലെ എല്ലാവരും ജോലിക്ക് പോയി. ആ സമയത്ത് ഞാൻ ആ സഹോദരന്റെ വീടിന്റെ ആ റൂമിനകത്തൂടെ എല്ലാം ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ ഓടി നടന്നു. കർത്താവേ, എനിക്ക് മടങ്ങി വരണം, എനിക്ക് എൻ്റെ കർത്താവിന്റെ ഹിതം എന്താണ് അതിനിൽ വെളിപ്പെടണം, എനിക്ക് മടങ്ങി വരണം, എൻ്റെ ലൈഫ് ഞാൻ അങ്ങേക്ക് വേണ്ടി തന്നാണല്ലോ. ഞാനൊരു ഭ്രാന്തിയെ പോലെ ഓടി നടന്നു, ഒരുപാട് കരഞ്ഞു. അന്ന് ഞാൻ ആ മുറിക്കകത്തൂടെ ഇങ്ങനെ എൻ്റെ ബൈബിളും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ ഓടി നടക്കുമ്പോൾ അലറി കരഞ്ഞുകൊണ്ട് ഞാൻ ഓടി നടക്കും. ആ ഓടി നടക്കുന്ന സമയത്ത് ഞാൻ ഓടി വന്ന് ആ സഹോദരന്റെ വീടിന്റെ ഹാളിൽ വന്ന് മുട്ടുകുത്തി നിന്ന് ഞാൻ എൻ്റെ ബൈബിള് എൻ്റെ തലയിലേക്ക് ഇങ്ങനെ 2-3 തവണ ഞാൻ അടിച്ചു. അപ്പ അങ്ങനോട് സംസാരിക്കണം. ഒത്തിരി അഭിഷക്തന്മാരുടെയും സഹോദരങ്ങളുടെയും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് അവരോട് ഇറങ്ങി വന്ന് സംസാരിച്ചത്, അങ്ങ് അവരുടെ ലൈഫിനെ തിരിച്ചുവിട്ടത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്കത് വേണം, അങ്ങനോട് സംസാരിക്കണം. ഞാൻ അത്രമാത്രം തകർന്ന് അവിടുന്ന്, എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു റിലീസ് വേണം, എന്നെ അങ്ങേക്ക് വേണമെങ്കിൽ എന്നോട് ഇന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി കർത്താവുമായി മല്ല് പിടിച്ചു. ഒരുപക്ഷെ യാക്കോബ് മല്ല് പിടിച്ചതുപോലെ ആയിരിക്കും, എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ. ഞാൻ അങ്ങനെ മല്ല് പിടിച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ആ അലറുന്ന ആ ഒരു ഹൃദയവേദനയോടുള്ള എൻ്റെ പ്രാർത്ഥന ഞാനിങ്ങനെ എൻ്റെ ഒരു വ്യക്തമായി ഞാൻ കാണുക, ഒരു വലിയ അക്ഷരത്തിൽ, നല്ല കട്ടിയായിട്ടുള്ള അക്ഷരത്തിൽ ഒരു വചനം എൻ്റെ മുൻപിൽ ഇങ്ങനെ എഴുതി കാണിച്ചു. കർത്താവ്, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാം. ഇങ്ങനൊരു വചനം എൻ്റെ മുൻപിൽ എഴുതി കാണിച്ചു. ഞാൻ ആ വചനത്തെ മുറുകെ പിടിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവെ, ഇതിൽ ഞാൻ ആ വചനത്തെ റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഒരു വെളിപ്പാട് പോലെ ഞാൻ കാണുകയാണ്. ഞാൻ ആ സമയത്ത് ഒരു കൈക്കുമ്പിളിനകത്തിരിക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ടായി. അന്ന് ഞാൻ എൻ്റെ ആ ഒരു ഡിപ്രഷൻ എന്ന ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് ഞാൻ സ്വതന്ത്രയായി. ആ സമയത്ത് ഡെങ്കിപ്പനി കൂടി ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് എൻ്റെ BP ലോയായി, വൈറ്റമിൻ D കുറഞ്ഞു, അയൺ കുറഞ്ഞു, കാൽസ്യം കുറഞ്ഞു, എല്ലാ രീതിയിലും. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് ഇങ്ങനെ എടുത്തു കുടിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. 2023 ഓഗസ്റ്റ് മാസത്തിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അത്രമാത്രം തകർന്നിരിക്കുമ്പോഴാണ് ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ശരീരത്തിനകത്തുള്ള സകല അസ്വസ്ഥതകളെയും കർത്താവ് മാറ്റി. അതിനുശേഷം ഇങ്ങോട്ട് കൃപയാലുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ ഈ യാത്രയില്
ദൈവം ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി വേറൊരു ഭവനം ഒരുക്കി. ഈ തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയിൽ തന്നെ ദൈവം എന്നെ താമസിക്കാൻ വേണ്ടി ഒരു ഒരു വീട് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഞങ്ങളെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഈ ഒരു ലൈഫ് മുൻപോട്ട് വന്ന് ഇതുവരെ എത്തിയത്. എൻ്റെ ജീവിതത്തിൽ നിർണായകമായി സംഭവിച്ച ഒന്ന് രണ്ട് അനുഭവങ്ങൾ കൂടി ഞാൻ പങ്കുവയ്ക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മാതാപിതാക്കളുടെ മരണമായിരുന്നു. എൻ്റെ മാതാപിതാക്കള് എൻ്റെ അമ്മച്ചി മരിക്കുന്നത് 2017 ഒക്ടോബർ മാസം 13-ാം തീയതിയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളെ ഡെലിവറി ആയിട്ട് 1 മാസം തികഞ്ഞിട്ടേ ഉള്ളൂ. സിസേറിയൻ ആയിരുന്നു. എൻ്റെ മകളെ ഞാൻ പ്രഗ്നന്റ് ആകുന്ന അതേ മാസമാണ് എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ആണെന്നുള്ള ഒരു രോഗം സ്ഥിരീകരിച്ചത്. ഞങ്ങളുടെ കുടുംബം ആകെ തകർന്നു പോയൊരു ടൈമായിരുന്നു. കാരണം എൻ്റെ അമ്മച്ചി കുടുംബത്തിന്റെ ഒരു നെടുന്തൂണായിരുന്നു. ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എല്ലാ രീതിയിലും കുടുംബത്തെ നിലനിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മാതാവ്. അപ്പൊ മാതാവിന് ഈ ഒരു രോഗം പിടിപെട്ടത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ അറിയാലോ, ഈ ഇടുക്കി ജില്ലയിലെ ഒരു സാധാരണ കുടുംബമാണ്. വലിയ സാമ്പത്തിക ശേഷി ഒന്നും ഉള്ള ഒരു കുടുംബമല്ല. കൂലിപ്പണി, മിനിസ്ട്രിക്ക് പോകും, ബാക്കി ദിവസങ്ങളിൽ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളാണ്. എൻ്റെ അമ്മച്ചി ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു മാരകമായ രോഗം പിടിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ചികിത്സിക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ആ സമയത്ത് അമ്മച്ചിയുടെ ഈ അസുഖവും ഞാൻ പ്രഗ്നന്റ് ആയി ആ സമയത്ത് എൻ്റെ ശാരീരിക ഇതും നല്ലൊരു ഭക്ഷണം കഴിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അമ്മച്ചിയും കൊണ്ട് എല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കുന്ന സമയം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വീട്ടിൽ. എല്ലാവരും അവര് ഹോസ്പിറ്റലിലായിരുന്നു. എങ്ങനെയെങ്കിലും അമ്മച്ചിയെ രക്ഷിക്കണം എന്നുള്ള ഇതില്. നീണ്ട ആ ഒരു 2017 എന്ന വർഷം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമായിരുന്നു. ആ സമയത്ത് ഞാൻ 6-ാം മാസം മുതൽ ശരീരത്തിൽ ക്ലേശമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. കുഞ്ഞ് ബ്രീച്ച് പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും വയ്യാഴികയായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ്, അമ്മച്ചി അവിടെ ക്യാൻസർ വാർഡിൽ അഡ്മിറ്റ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം വലിയ ബുദ്ധിമുട്ടിൽ കൂടി, സമ്മർദ്ദങ്ങളിൽ കൂടി പോവുകയാണ്. ആ പോകുന്ന സമയത്ത് എനിക്ക് 9 മാസം തികഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ പലതവണ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ തല കറങ്ങി വീണു. അങ്ങനെ ഞാൻ ഡോക്ടർമാരുടെ സ്പെഷ്യൽ നിരീക്ഷണത്തിലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ. ആ സമയത്ത് ഡെലിവറിയുടെ സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ ഒരു ലേഡി ഇല്ലാതെ ആരും വരാനായിട്ടില്ല. എനിക്ക് ആരും ഇല്ല വരാനായിട്ട് ആ സമയത്ത്. അങ്ങനെ ഞാൻ ഒത്തിരി സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു. മെഡിക്കൽ കോളേജിന്റെ ആ ഒരു മെയിൻ ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മുൻപിൽ ഞാൻ ഇങ്ങനെ നിന്ന് കൈകൂപ്പി നിന്ന് കരഞ്ഞ അനുഭവം ഞാനിപ്പോൾ ഓർക്കുന്നു. എന്തുകൊണ്ട് ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ അമ്മച്ചി ആ സമയത്ത് മരണത്തോട് മല്ലടിക്കുന്നു, ഞാനിവിടെ ഡെലിവറി സമയത്ത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ആ ഒരു സമയത്ത് എൻ്റെ അരികിലേക്ക് ഒന്ന് വിടണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ കൈ കൂപ്പി നിന്ന് കരഞ്ഞു. അപ്പൊ അവിടെയുള്ള നേഴ്സുമാരും മറ്റു ഡോക്ടർമാരൊക്കെ പറഞ്ഞു, ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല, പുരുഷന്മാരെ ഒരിക്കലും ലേബർ റൂമിലേക്ക് കയറ്റത്തില്ല, അത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ആ സമയത്ത് അവരോട് ഇടപെട്ടു. അങ്ങനെ ആ സമയത്ത് ഞാനൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വീണ്ടും പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. കുഞ്ഞിന്റെ അനക്കം നിന്നുപോയി, കുഞ്ഞു മരിച്ചുപോയി എന്നുള്ള ഒരു നിലപാടിലേക്ക് ഡോക്ടർമാരെത്തുന്ന ഇതിലേക്ക്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും അതൊക്കെ എങ്ങനെ അതിജീവിച്ചു എന്ന് അറിയാൻ കഴിയില്ല. എന്നെ പെട്ടെന്ന് സർജറിക്ക് വേണ്ടി ഒരുക്കി. ഡോക്ടർമാര് നേഴ്സുമാരെല്ലാം ഓടി നടക്കുന്നു. ഞാനിങ്ങനെ അകത്തെനിക്ക് ബോധമുണ്ട്, എന്തൊക്കെയോ നടക്കുന്നു, എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ ആരൊക്കെയോ ചെയ്യുന്നു, ഓടി നടക്കുന്നു. അവിടെ ദൈവം ആ കാര്യത്തിൽ അവിടെ ഇടപെട്ടു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളെ രണ്ടുപേരെയും സുരക്ഷിതരായ ദൈവം പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്തോ ഒരു സ്പെഷ്യലായിട്ട് എന്തോ ഒരു ദൈവത്തിന്റെ ഒരു സ്പർശനമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഒരിക്കലും ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത ഒത്തിരി സന്ദർഭങ്ങൾ, അങ്ങനെ ഒരുപാട് അനുഭവത്തിൽ കൂടി കടന്നുപോയി. പിന്നീട് എൻ്റെ പിതാവിന്റെ മരണം. ആ പിതാവിന്റെ മരണവും ഈ തിരുവനന്തപുരം ഇപ്പോൾ ഞാൻ പാർക്കുന്ന സ്ഥലത്ത് വെച്ചാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. ദൈവമാണ് എന്നെ ഈ ട്രിവാൻഡ്രം എന്ന പട്ടണത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പറയാനായിട്ടുള്ള മറ്റൊരു കാരണം ഇതാണ്. എൻ്റെ പിതാവ് മരണപ്പെടുന്ന ആ ഒരു സമയങ്ങളിൽ അദ്ദേഹത്തിന് 4 തവണ അറ്റാക്ക് വന്നയാളായിരുന്നു. സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ തന്നെ അറ്റാക്ക് വന്ന് പലതവണ മരണം കൊണ്ടുപോകാമായിരുന്നു. അവിടെയെല്ലാം കർത്താവ് അദ്ദേഹത്തെ ജീവനോടെ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് മടക്കി തന്നു. 2021 സെപ്റ്റംബർ മാസം എൻ്റെ ഇളയ സഹോദരന്റെ കൂടെ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ അസുഖം ഉണ്ടാകുന്നത്. അതിനു മുൻപ് അദ്ദേഹം മരിക്കുന്ന അന്ന്
21 ദിവസം ഉപവാസത്തിലിരിക്കുമ്പോൾ ആ ഉപവാസം തീരുന്ന അന്ന് ആണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത്, നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നത്. ആ ഉപവാസം ആ ഉപവാസത്തിലിരിക്കുന്ന സമയം, ഉപവാസം തീരുമ്പോൾ അതിന്റെ 2 ദിവസം മുൻപ് എനിക്ക് എൻ്റെ പിതാവിനെ കാണണമെന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പിതാവിനെ കാണാൻ വേണ്ടി വന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങള് ഇവിടെ ഇപ്പോൾ, ഞാൻ അന്നേരം പറഞ്ഞു, ഈ അറ്റാക്കൊക്കെ ഉള്ള ആളല്ലേ, അതുകൊണ്ട് പപ്പ ഒത്തിരി ഉപവാസവും പ്രാർത്ഥനയൊന്നും എടുക്കരുത്, പ്രായമൊക്കെ ആയി, ആരോഗ്യത്തോടെ ഇരിക്കണം എന്നെല്ലാം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷെ എൻ്റെ സഹോദരൻ പറഞ്ഞു, പറഞ്ഞാൽ കേൾക്കത്തില്ല, എപ്പോഴും ഉപവാസമാണ്, പ്രാർത്ഥനയാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, പിന്നീട് അത് മനസ്സിലാവും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അന്ന് ഉദ്ദേശിച്ചത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഇവിടെ കൊണ്ടുവന്ന കർത്താവ് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം അടുത്ത ജനറേഷന് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ക്രിസ്തുവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ അദ്ദേഹം ഒരുക്കി തന്ന ആ വഴിയിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആ ഒരു ഉപവാസത്തിന് ശേഷം 21 ദിവസം പൂർത്തിയാകുന്ന അന്നാണ് ക്രിസ്തുവിൽ ചേർക്കപ്പെടുന്നത്. അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നെങ്കിൽ പോലും ദൈവം നിശ്ചയിച്ച സമയത്ത് കർത്താവിട്ട പദ്ധതി എല്ലാം നിറവേറ്റിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു. ആ ഒരു വഴിയിൽ കൂടിയൊക്കെ ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ എനിക്ക് അതൊരു വലിയ അഭിമാനമായിട്ട് തന്നെ തോന്നുകയാണ്. ആമേൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ, സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ വന്ന് 1 വർഷം തികയുമ്പോൾ കർത്താവിനോട് ഒരു വാഗ്ദത്തം പറഞ്ഞു, ഈ പട്ടണത്തിനകത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ ഒരുക്കും. ഇന്ന് ഞാൻ കഴിഞ്ഞ ജനുവരി മാസം 19-ാം തീയതി മുതൽ കൃപയാൽ നമുക്കൊരു ചെറിയ ചർച്ച് മൂവ്മെന്റ് ആയിട്ട് തുടങ്ങാൻ കർത്താവ് ഒരു അവസരം നൽകി. ഞാന് ഇപ്പോൾ അതേക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കിതൊരു സ്വപ്നമായിട്ട് തന്നെ തോന്നും. എനിക്കൊരിക്കലും അറിയില്ല എങ്ങനെയാ അറിവ് ഒന്നും ഉള്ള ആളല്ല, കൃപയാൽ കർത്താവിനെ നിർത്തിയിരിക്കുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ചർച്ച് മൂവ്മെന്റ് തുടങ്ങി. ഇപ്പോൾ ഞായറാഴ്ച വെള്ളിയാഴ്ച ഒക്കെ നമുക്കിവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞു, ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ഇപ്പോൾ മിനിസ്ട്രിയിലായിരിക്കുന്നത്. ഞങ്ങൾ ഏതാണ്ട് 7 വർഷമായി നോർത്ത് ഇന്ത്യൻ മിഷണറി ആയിട്ട് അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യാണ്. 7 വർഷമായിട്ട് വന്ന് പോയി, വർഷത്തിൽ 2 മാസം ഒക്കെ അങ്ങനെ പോകും വരും, അങ്ങനെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ ദൈവം അവിടെ ഒരു വലിയ ഓപ്പണിങ് നമുക്ക് തന്നു. അവിടെ ഒരു സ്കൂളില് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തുകൊണ്ട് അവിടെ മിനിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരം. നിങ്ങൾക്കറിയാം, ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിനകത്ത് സുവിശേഷത്തിന് ഏറ്റവും കൂടുതൽ പ്രതികൂലങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശില് അദ്ദേഹം ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ചാണ്. ഇപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് അദ്ദേഹത്തിന് അവിടെ എന്താ പറയുക, ഒരു നിരീക്ഷകനാണ്, അറിയാലോ, അവിടുത്തെ പോലീസിന്റെ ഒരു നിരീക്ഷകനാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ കർത്താവിനോടുള്ള സമർപ്പണത്തിൽ ഉത്തർപ്രദേശ് എന്നത് അദ്ദേഹത്തിന്റെ വിഷനിലുള്ള ഒരു സംസ്ഥാനമാണ്. ദൈവം അദ്ദേഹത്തിന് സ്പെഷ്യലായി കൊടുത്ത ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ പരിശുദ്ധാത്മ നിയോഗത്തോട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെ ഒരു ചർച്ച് മൂവ്മെന്റ് ഉണ്ട്. നമുക്ക് ഏതാണ്ട് 350 അധികം ആളുകൾ വരുന്ന ഒരു ചർച്ച് അവിടെയുണ്ട്. അവിടുത്തെ തന്നെ ഒരു പാസ്റ്ററാണ് അവിടെ മിനിസ്ട്രി ചെയ്യുന്നത്. മാസത്തിൽ 1-2 തവണയൊക്കെ എൻ്റെ ഹസ്ബൻഡ് അവിടെ സന്ദർശിക്കും. ഏതാണ്ട് ഈ 1 വർഷത്തിനകം 64 പേരെ ക്രിസ്തുവിൽ സ്നാനപ്പെടുത്തുവാനായിട്ടുള്ള ഒരു അവസരം കർത്താവ് നൽകി. അങ്ങനെ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ആ ഒരു സ്ഥലത്തും കർത്താവിന് വേണ്ടി, ഞാൻ വായിച്ച വാക്യത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തിന്, ക്രിസ്തുവിന്റെ സൗരഭ്യവാസന, അല്ലെ? അപ്പോൾ ആ ഒരു സൗരഭ്യവാസനയായിട്ട് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഉത്തർപ്രദേശിലുള്ള കൂടുതൽ അഭിഷക്തന്മാര് എന്താ പറയുക, സുവിശേഷ നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാര്, കുഞ്ഞുങ്ങള്, അങ്ങനെയൊക്കെ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ഇടയിൽ നമ്മളൊരു നല്ല മിനിസ്ട്രി കർത്താവ് കൃപയാൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അവരെ കെയർ ചെയ്യാന്, അവർക്ക് ആവശ്യം വന്ന സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുവാന്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൃപയാൽ കർത്താവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജോലി ഞാൻ ചില സന്ദർഭങ്ങളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ജോലി റിസൈൻ ചെയ്തിട്ട് മിനിസ്ട്രിയിൽ ഇറങ്ങിയവരാണ് നമ്മൾ വീണ്ടും ഒരു ജോലിയിലേക്ക്. എനിക്കത് സങ്കല്പിക്കാനേ പറ്റത്തില്ല. ഞാൻ പലതവണ കർത്താവിനോട് ഇത് ചോദിച്ചു. അപ്പൊ എന്നോട് ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യം, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല. നമുക്ക് വലിയ ബംഗ്ലാവോ വീടോ കാറോ നമ്മൾക്ക് ആഡംബരത്തിനൊന്നുമില്ല. ക്രിസ്തുവിൽ അവിടെ ഒത്തിരി തകർന്നു കിടക്കുന്ന
ഒത്തിരി ആളുകളുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി മേഖലകളിൽ. ആമേൻ. അവരെ കെയർ ചെയ്യുവാൻ, അവർക്ക് സഹായമായി മാറും. അതാണ് ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ലക്ഷ്യം. ഈ ജോലി എന്ന ആ ഒരു പൊസിഷനിൽ എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതിന് പിന്നിലും ദൈവത്തിന്റെ പദ്ധതി അതാണ്. അപ്പോൾ ഈ അടുത്ത നാളില് ഞങ്ങളുടെ ചർച്ചില്, അവിടെ ഖരഗ്പൂരിലുള്ള നമ്മുടെ ചർച്ചിലെ അഭിഷക്തന്റെ വൈഫിനെയും ഞങ്ങളുടെ പ്രയർ ലീഡറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു അവര്. ആ സമയത്ത് ഒരു 3 മാസത്തിന് മുൻപാണത്. അവരെ ജയിലിൽ ഒരു രാത്രി അവർ ജയിലിൽ കഴിയേണ്ടി വന്നു. പാസ്റ്ററുടെ വൈഫും അവിടുത്തെ നമ്മുടെ പ്രയർ ലീഡറും 2 രാത്രി അവരിങ്ങനെ അവിടെ ജയിലറയ്ക്കകത്ത് കഴിയേണ്ടി വന്നു. ആ സമയത്താണ് നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഇത് വരുമ്പോഴാണല്ലോ കൂടുതൽ വിഷമങ്ങള്. ആളുകൾക്ക് കൂടുതലും അങ്ങനെയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ പോലും നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാറല്ലേ. അപ്പോൾ ആ ഒരു സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ വൈഫിനെ ഉപദ്രവിക്കുമോ എന്ന്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ സത്യത്തിൽ അവിടെയുള്ള പോലീസുകാര് അല്ലെങ്കിൽ നിയമാധികാരികളൊക്കെ വളരെ നികൃഷ്ടമായാണ് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളോട് ഇടപെടുക. അപ്പൊ അത്രയും രൂക്ഷമായ സമയങ്ങളിലൊക്കെ ദൈവം അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളെ കൃപയാൽ ഒരുക്കി. ഇപ്പോൾ എന്റെ ഹസ്ബൻഡ് ഒരു LLB ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുക. കാരണം നോർത്ത് ഇന്ത്യൻ ആ ഒരു മിഷന് വേണ്ടിയാണ്. അവിടുത്തെ ജയിലറയ്ക്കകത്ത് കിടക്കുന്ന അഭിഷക്തന്മാർക്ക് വേണ്ടി സംസാരിക്കുവാൻ, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷൻ തരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത്. ഇനി മുൻപോട്ട് ദൈവത്തിന്റെ പദ്ധതികൾ എന്താണോ അതിനനുസരിച്ച് മാത്രം മുൻപോട്ട് ചെല്ലുക. എന്റെ ചുരുങ്ങിയ ചില സാക്ഷ്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു എന്താ പറയുന്ന, ഞാൻ എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം, ഈ ഒരു ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. ഇതിനേക്കാൾ വലിയൊരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്. നിത്യാനിത്യ യുഗങ്ങൾ നമ്മുടെ പ്രാണപ്രിയനായ യേശുവിനോടുകൂടെ വാഴുവാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. അപ്പോൾ ആ ഒരുക്കം നടക്കുമ്പോൾ ആ ഒരുക്കത്തിനകത്ത് എന്താ ചെയ്യുന്നത്? പൊന്നുപോലെ പുറത്തു വരാൻ വേണ്ടി ചില ശോധനകൾ, അല്ലെ? പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഭയങ്കര ഒരുക്കങ്ങൾ നടക്കുക. ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും നന്നായി ഒരുങ്ങുന്നത് പോലെ, അല്ലെ? ഏറ്റവും മനോഹരമായി, ഇത്രമാത്രം ആകർഷിക്കത്തക്ക രീതിയിൽ ഒരു മണവാട്ടിയും മണവാളനും ഒരുങ്ങുമോ, അതുപോലെ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും വേദനകളും നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും എല്ലാം അതാണ്. അതുകൊണ്ട് അതിനെ സന്തോഷത്തോടെ നിന്നു കൊടുക്കുക. അതിനെ പൗലോസ് എപ്പോഴും പറഞ്ഞ, കർത്താവിൽ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, അല്ലെ? ജയിലറയ്ക്കകത്ത് കിടന്ന് ആ ഒരു ലേഖനം എഴുതി അദ്ദേഹത്തിന്റെ ആ ദൈവജനത്തെ ഉറപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, സന്തോഷിക്കുക. എനിക്ക് ഈ പ്രേക്ഷകരായിട്ടുള്ള എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളെ കർത്താവ് വരുന്ന വഴികൾ, നിങ്ങളിപ്പോൾ നടന്നു വരുന്ന വഴികൾ വളരെ വേദന നിറഞ്ഞതായിരിക്കാം. ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അവിടെ ഒരു നല്ല പാത ഒരുക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ അപ്പൻ. അല്ലല്ല, നമ്മുടെ അടുത്ത് സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി ഏറ്റവും മനോഹരമായ ഒരു പാത ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ഈ ഒരു ലൈഫ് ഏറ്റവും മനോഹരമായ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള ഒരു നല്ല ജീവിതം നയിക്കുവാനും ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി തീരുവാനും ഞാൻ നിങ്ങളെയൊക്കെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആയുസ് ഇന്നോ നാളെയോ നമുക്കറിഞ്ഞുകൂടാ. ഒരു ദിവസമേ ജീവിച്ചുള്ളൂ എങ്കിലും ക്രിസ്തുവിനെ ഒരാളിലേക്ക് കൊടുക്കുക, ഈ ക്രൈസ്റ്റിന്റെ സ്നേഹത്തെ. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്തെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. അത് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഗ്രഹിച്ചാൽ അതിനകത്തുനിന്ന് ആ ഗ്രഹിച്ച വ്യക്തിയെ പറിച്ചു കളയാൻ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ കഴിയില്ല. അത്ര മാത്രം ആഴമുള്ള ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ പരിഹസിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാം, നമ്മളെ അകറ്റി നിർത്തുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാം, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരെ നമുക്ക് സ്നേഹിക്കാം. അങ്ങനെ ഈ സ്നേഹത്തിന്റെ കരവലയത്തിനകത്ത് ഒത്തിരി പേരെ ചേർത്ത് നിർത്തിയിട്ട് ആ നിത്യരാജ്യത്തിന് വേണ്ടി അവരെ നമുക്ക് ഒരുക്കാം. ആമേൻ. ഒരു നിത്യത നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ഇനി അധികം നാളുകളില്ല. വചനം അതിന്റെ നിവർത്തീകരണം ഒക്കെ നമുക്കറിയാം.
രാഷ്ട്രീയ മേഖലകളിൽ ഒക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെയുള്ള വാർത്തകൾ കേട്ടാൽ എല്ലാം വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അധികം കാലഘട്ടങ്ങളില്ല. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഈ ക്രിസ്തുവിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം ഈ യേശുവിന്റെ നാമമാണ്. അത് നമ്മളെ വിജയത്തോടെ നടത്തും, സന്തോഷത്തോടെ നടത്തും. അതുകൊണ്ട് എന്റെ ഈ ഒരു ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. എന്നെ ഇത്രയും സമയം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വിശേഷാൽ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അഭിഷക്തൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, ഗുജറാത്ത്, ശക്തമായ മിനിസ്ട്രി കർത്താവോട് ചെയ്യിക്കുന്നതോർത്ത് നന്ദി. അവിടെയുള്ള മിനിസ്ട്രി പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ ശക്തമായി കുടുംബമായി ഉപയോഗിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രിയ അഭിഷക്തനോട് ചേർന്ന് കർത്താവെ 7 അടിയുടെ സാക്ഷ്യത്തെ പ്രസ്താവിപ്പാൻ നല്ല അവസരം തന്നതിന് നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഈ സാക്ഷ്യങ്ങൾ ശ്രവിച്ച എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ അങ്ങ് ഉപയോഗിക്കുവാൻ, കൂടുതൽ സമർപ്പണത്തോടെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം കൂടുതൽ രുചിച്ചറിയുവാൻ, അങ്ങേക്ക് പ്രയോജനമുള്ള മക്കളായി മാറുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുന്ന നല്ല പടയാളികളായി, നല്ല യോദ്ധാക്കളായി ക്രിസ്തുവിൽ ഇവരെയെല്ലാം വാർത്തെടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.